ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നായിട്ടുള്ള റെസിസ്റ്റിവിറ്റിയെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ഓക്കെ, ജൂൾ നിയമം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ചൂടുണ്ടാവും. എത്ര ചൂടുണ്ടാവും? എത്രത്തോളം ചൂടുണ്ടാവും? അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നറിയണ്ടേ? അപ്പോൾ അതിന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പെരിമെൻറ്റ് മറ്റൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ ഒരു വയർ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. എന്ത് വയറാണ് ഇത്? നിക്രോം വയറാണ്. എന്ത് വയറാണ്? നിക്രോമിൻ്റെ ഒരു വയർ നമ്മളിങ്ങനെ എടുത്തിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളതിന് ഒരു റിയോസ്റ്റാറ്റിൽ കൊടുത്തു, ഒരു ബാറ്ററി കൊടുത്തു. അപ്പോൾ റിയോസ്റ്റാറ്റിൽ കൊടുത്ത് എന്തിനാ? ഇതിലോട്ട് വരുന്ന കറണ്ടിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റിൽ കൊടുത്തത്. എന്നിട്ട് ഇവിടുത്തെ ഹീറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഒരു തെർമോമീറ്ററും വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ബാറ്ററി ഓണാക്കി. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള കറണ്ടിനെ എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ നോക്കി, ഈ ടേബിളിൽ പറയുന്ന പോലെ നമ്മൾ ആദ്യം 0.5 ആംപിയർ കറണ്ട് കടത്തിവിട്ടു. എന്നിട്ട് അപ്പോൾ ഉണ്ടായ ടെമ്പറേച്ചർ നോട്ട് ചെയ്തു. അടുത്ത് 1 ആംപിയർ കടത്തിവിട്ടു, 1.5 ആംപിയർ കടത്തിവിട്ടു. അങ്ങനെ കറണ്ട് പതുക്കെ പതുക്കെ കൂട്ടി. നമ്മൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് കൂട്ടുന്ന സമയത്ത് അവിടുത്തെ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു കണ്ടക്ടറിൽ എത്രത്തോളം ചൂടുണ്ടാവും എന്നുള്ളത് അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മയുണ്ടോ? എന്താ കറണ്ട് എന്ന് വെച്ചാൽ? ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുകയാണ് അല്ലേ? ഒരു സെക്ഷൻ നമ്മൾ എടുത്താൽ, ഒരു ഭാഗം നമ്മൾ എടുത്താൽ, ഈ ഭാഗത്തൂടെ 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് വിളിക്കുന്ന ഐ അല്ലേ? ഇത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താ? അമ്മീറ്റർ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ അല്ലേ? യൂണിറ്റ് എന്താണ്? ആംപിയർ. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? കറണ്ട് കൂടിയാൽ ഹീറ്റ് കൂടും. അടുത്ത് നമ്മൾ കറണ്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, 1 ആംപിയർ ആക്കി റിയോസ്റ്റാറ്റിനെ അറേഞ്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓരോ സമയം ശ്രദ്ധിക്കണം. ഓരോ സമയം നമ്മൾ ഹീറ്റ് കണ്ടുപിടിച്ചിട്ടും, അതായത് 0.5 ആംപിയർ ഇട്ട് ഹീറ്റ് കണ്ടുപിടിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുക്കണം. അത് മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? കറണ്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സമയത്തിന് ചേഞ്ച് വരുത്തി. അതായത് 1 മിനിറ്റ് കൊണ്ട്, 0 സെക്കൻഡ് കൊണ്ട് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് കേട്ടോ, ഇത് വിട്ടേക്ക്. 1 മിനിറ്റ് കൊണ്ട് എത്രയായിരുന്നു ടെമ്പറേച്ചർ? 2 മിനിറ്റ് ചൂടാക്കിയപ്പോൾ എത്ര ടെമ്പറേച്ചറായി? 3 മിനിറ്റ് ചൂടാക്കിയപ്പോൾ എത്രയായി? 4 ആയപ്പോൾ എത്രയായി? അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോഴും നമുക്ക് മനസ്സിലായി, കൂടുതൽ സമയം കറണ്ട് കടത്തി വിടുമ്പോൾ കൂടുതൽ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. കോമൺ ലോജിക്കാണ്, എല്ലാവർക്കും അറിയാം. അടുത്ത മൂന്നാമത് നമ്മൾ എന്ത് ചെയ്തു? മെറ്റീരിയൽസിനെ ഒന്ന് മാറ്റി പിടിച്ചു. നമ്മൾ ഒരേപോലെ അലുമിനിയത്തിൻ്റെ ഒരു വയറും എടുത്തു, നിക്രോമിൻ്റെ വയറും എടുത്തു. നിങ്ങൾക്കറിയാം, നിക്രോം ആയിരിക്കും എന്തായാലും ചൂട് കൂടുതൽ ഉണ്ടാക്കുന്നത്. അമ്മീറ്റർ വെച്ച് കറണ്ട് അളന്നു, 9 വോൾട്ട് ബാറ്ററി കൊടുത്തു, റിയോസ്റ്റാറ്റ് വെച്ചു, കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി. എന്നിട്ട് ഒരേ സമയം കറണ്ടും ഇവിടെ നമ്മൾ എന്താക്കി വെച്ചു? കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അതുപോലെ സമയവും നമ്മൾ എന്ത് ചെയ്തു? സെയിം സമയം എടുത്തിട്ട് 2 മെറ്റീരിയൽ എടുത്തു, അലുമിനിയവും നിക്രോമും. എന്നിട്ട് ഇത് രണ്ടിലും കൂടി എന്ത് ചെയ്തു? നമ്മൾ കറണ്ട് കടത്തി വിട്ടു. എന്നിട്ട് നമ്മൾ നോക്കി, ഇതിൽ ആരാണ് കൂടുതൽ ചൂടായത്? സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരായിരിക്കും? നിക്രോം ആയിരിക്കും ഇവിടെ കൂടുതൽ ചൂടായത്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? നിക്രോമാണ്. നിക്രോമിന് എന്ത് കൂടുതൽ? റെസിസ്റ്റിവിറ്റി കൂടുതൽ. സോ കൂടുതൽ എനർജി കടത്തിവിട്ടാൽ, അല്ലെങ്കിൽ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്താലേ നിക്രോമിനകത്തൂടെ കറണ്ട് പോവുള്ളൂ. അപ്പോൾ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അവിടെ കൂടുതൽ ഹീറ്റ് ഉണ്ടാവുന്നു അല്ലേ? ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് നിക്രോം വയർ ആൻഡ് അലുമിനിയം വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അലുമിനിയം വയർ, അതൊക്കെ റെസിസ്റ്റൻസ് ഓഫ് നിക്രോം വയർ ആൻഡ് അലുമിനിയം വയർ സെയിം ആണോ? അല്ല, അത് വ്യത്യസ്തമാണ്. കാരണം നിക്രോമിന് എന്താണ്? കൂടുതലാണ് അല്ലേ? എന്തായിരിക്കും? സോ ദ നിക്രോം വയർ ബിക്കം ഹോട്ടർ ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ അലുമിനിയം വയർ. കാരണം ഓരോ മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റിവിറ്റി ഓരോന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവ് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അതിലൊന്നാമത്തേത് കറണ്ട്, രണ്ടാമത്തേത് എന്തായിരിക്കും? ടൈം, മൂന്നാമത്തേത് എന്തായിരിക്കും? അത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് മനസ്സിലായി, കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ചൂടുണ്ടാവും. പക്ഷേ ചൂടുണ്ടാവുന്നത് എല്ലാ മെറ്റീരിയൽസിനും എല്ലാ സമയവും എല്ലാ കറണ്ടിനും ഒരുപോലെ അല്ല. അത് കറണ്ടിനനുസരിച്ച് മാറും, സമയത്തിനനുസരിച്ച് മാറും, മെറ്റീരിയൽ അനുസരിച്ച് മാറും. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നതിനേക്കാളും നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് പറയാം? മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിന് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പറയാം. അതിൽ കുറച്ചുകൂടി ശരി, റെസിസ്റ്റൻസിനനുസരിച്ച് മാറും. കാരണം നിക്രോം കൂടുതൽ കറണ്ട് യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടല്ലേ? സോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയർ. നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, അത് കറണ്ടിൻ്റെ സ്ക്വയറിനനുസരിച്ച് മാറും,
അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനനുസരിച്ച് മാറും. അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ടൈമിനനുസരിച്ച് മാറും. അപ്പോൾ മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? സോ H ഈസ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ ആർ ടി. ഇതാരാ കണ്ടുപിടിച്ചേ? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് ആ നിയമത്തിന് എന്ത് പേര് കൊടുത്തു? ജൂൾ നിയമം എന്ന് പേര് കൊടുത്തു. അപ്പോൾ എന്താ ജൂൾ നിയമത്തിൽ പറയുന്നത്? ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ടിൻ്റെ സ്ക്വയറിനെയും അവിടുത്തെ റെസിസ്റ്റൻസിനെയും അതുവഴി എത്ര സമയം ഫ്ലോ ചെയ്തു എന്ന സമയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. ഈ നിയമത്തിൻ്റെ പേരാണ് ജൂൾസ് ലോ. അപ്പോൾ എന്താ ജൂൾസ് ലോ പറയുന്നത്? The quantity of heat produced in a current carrying conductor is directly proportional to the square of the current, resistance of the conductor and the time of flow of current through it. ഇതിനാണ് ജൂൾ നിയമം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജൂൾ നിയമം എന്ന് പറയുന്നത്. അതായത് I എന്ന കറണ്ട് R റെസിസ്റ്റൻസ് ഉള്ളൊരു വസ്തുവിലൂടെ T സെക്കൻഡ് സമയം പോയാൽ അവിടുത്തെ ഹീറ്റ് H എന്ന് വെച്ചാൽ എന്തായിരിക്കും? I സ്ക്വയർ ആർ ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രത്തോളം ഹീറ്റ് ഉണ്ടായി എന്നുള്ള ഹീറ്റിനെ അളക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ. ജൂൾ നിയമമല്ലേ? അപ്പോൾ ജൂളല്ലേ കണ്ടുപിടിച്ചു. അപ്പോൾ ജൂളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂളാണ്. ഇതും പ്രീവിയസ് ഇയർ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. എന്നാൽ വൺ വേർഡിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് വൺ വേർഡ് MCQ ഒക്കെ വരുന്നതുകൊണ്ട് ഇതൊക്കെ മറക്കാതെ പഠിച്ചു വെച്ചോളാം. അപ്പോൾ യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂള്, യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂള്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ ജൂൾ നിയമത്തിൽ പറഞ്ഞേ? The quantity of heat produced in a current carrying conductor is directly proportional to the square of the current, resistance of the conductor and time of flow of current through the conductor. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ജൂൾസ് ലോയുടെ ഡെഫിനിഷൻ ചോദിക്കും, അതിൻ്റെ യൂണിറ്റ് ചോദിക്കും, അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പ്രോബ്ലവും ചോദിക്കും. നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഉറപ്പാണ്, ന്യൂമറിക്കൽ ചോദ്യം 100% ഉറപ്പാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാം. ഓക്കെ, ഒരു പേജ് അഡീഷണലി വന്നു കേട്ടോ. ഇവിടെ നോക്കൂ, ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലോട്ട് പോകാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും ഇത് പഠിക്കുമ്പോൾ വിട്ടുപോകും, പഠിക്കത്തില്ല, പഠിക്കാതെ പോകും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, പണിയും വാങ്ങിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളേ. ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? കറണ്ടിൻ്റെ സ്ക്വയറിന് അവിടെയുള്ള മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിന് അതുവഴി എത്ര സമയം ഫ്ലോ ചെയ്തു എന്ന ടൈമിന് ഈക്വലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു കണ്ടക്ടറിലൂടെ I എന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു, R എന്ന റെസിസ്റ്റൻസ് ഉണ്ട്, T എന്ന സമയത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ കറണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായാൽ ഹീറ്റ് എത്രത്തോളം മാറും? കറണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായാൽ ഹീറ്റ് എത്രത്തോളം മാറും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലരും തെറ്റിക്കും. അപ്പോൾ നോർമലി ഇത് കാണുന്നൊരു കുട്ടി എന്ത് വിചാരിക്കും? കറണ്ട് I ഇരട്ടിയായി, അപ്പോൾ ഐയുടെ ഇരട്ടി എന്താണ്? 2I എന്ന് എഴുതാം. അപ്പോൾ ഹീറ്റും എത്രയായിരിക്കും? 2 ടൈംസ് കൂടും എന്ന് ചിന്തിക്കും. അവിടെ നമുക്ക് തെറ്റും. അപ്പോൾ അതല്ല ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കണം. I ഇപ്പോൾ എത്രയായി? കറണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ കറണ്ട് എത്രയാണ്? ഐയുടെ ഇരട്ടി. ഐയുടെ ഇരട്ടിയെ നമുക്ക് 2I എന്ന് എഴുതിക്കൂടെ? എഴുതാം. എന്നിട്ട് ഈ 2I ഈ ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു ഐക്ക് വരെ എന്ത് കൊടുക്കണം? 2I കൊടുത്തിട്ട് ദേ മോളിൽ കിടക്കുന്ന സ്ക്വയറുകാരനെ വിട്ടുപോകരുത്. 2I ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T എന്നാണ്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? നമുക്ക് H ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ എത്ര? 4 ഇൻറ്റു ഐയുടെ സ്ക്വയർ എത്ര? I സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, H പുതിയ ഹീറ്റ് ഞാൻ H ന്യൂ എന്ന് എടുക്കാം, പഴയ ഹീറ്റിന് HO എന്ന് എടുക്കാം. അപ്പോൾ നോക്കടാ, ഇവിടെ ഒരു 4 അല്ലേ അഡീഷണലി വന്നേ. അപ്പോൾ ഈ 4 എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്തിന് തുല്യമാണ്? അതായത് ഇതിന് തന്നെ തുല്യമല്ലേ. അപ്പോൾ എനിക്ക് എഴുതിക്കൂടെ H ഓൾഡ് എന്ന്. അപ്പോൾ പുതിയ ചൂടെന്ന് പറയുന്നത് പണ്ടുള്ള ചൂടിനേക്കാളും 4 മടങ്ങ് കൂടുതലായിരിക്കും. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ടിന് എന്ത് മാറ്റം വരുമോ ആ മാറ്റത്തിൻ്റെ സ്ക്വയർ മടങ്ങായിരിക്കും എന്ത് മാറുന്നത്? ഹീറ്റ് മാറുന്നത്. അതായത് കറണ്ട് എന്ന് പറയുന്ന ഇരട്ടിയായാൽ ഹീറ്റ് 4 മടങ്ങ് മാറും. കറണ്ട് എന്ന് പറയുന്നത് 3 മടങ്ങായാൽ ഹീറ്റ് 9 മടങ്ങ് മാറും. കറണ്ട് എന്ന് പറയുന്നത് 4 മടങ്ങ് കൂടിയാൽ ഹീറ്റ് 16 മടങ്ങ് കൂടും. ഇതുപോലെ തന്നെ കുറയുമ്പോഴും. ഇവിടെ നമുക്ക് ചോദ്യം, ടെക്സ്റ്റ് ബുക്ക് വന്ന ചോദ്യം നോക്കിയേ. The current was doubled. The heat produced in the conductor become 4 times. അതെങ്ങനെ 4 times ആയി എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എഴുതി പറഞ്ഞു തന്നെ. If so, what happens to the heat produced if the current is halved? കറണ്ട് പകുതിയായി എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുതുകയാണ്. ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? I സ്ക്വയർ ആർ ടി. കറണ്ട് ഇപ്പോൾ എന്തായിട്ട് മാറി? പകുതിയായി എന്ന് വെച്ചാൽ I/2. പകുതി എന്ന് വെച്ചാൽ I/2 എന്നാണ്. അപ്പോൾ ഈ I/2 ഞാൻ മുകളിൽ കൊടുക്കുമ്പോൾ ഹീറ്റ് എങ്ങനെയാണ് മാറുന്നത്? H ഈസ് ഈക്വൽ ടു
ഐ സ്ക്വയറിന് വരെ I/2 ദ ഹോൾ സ്ക്വയർ എന്ന് മാറും ഇൻറ്റു R ഇൻറ്റു ടി എന്ന് വരും. സോ നമുക്ക് ഹീറ്റ് എത്ര കിട്ടും? ഐയുടെ സ്ക്വയർ I സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു R ഇൻറ്റു ടി എന്ന് കിട്ടും. സോ ഈ 1/4 ഞാനൊന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1/4 ഇൻറ്റു I സ്ക്വയർ ആർ ടി. നോക്കടാ, ദേ I സ്ക്വയർ ആർ ടി, ദേ I സ്ക്വയർ ആർ ടി. അപ്പോൾ ഇതിന് വരെ എനിക്ക് മുകളിലത്തെ സംഖ്യ എടുത്ത് എഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? പുതിയ ഹീറ്റ് എന്ന് പറയുന്നത് പഴയ ഹീറ്റിൻ്റെ, കണ്ടോ, ഓൾഡ്. അപ്പോൾ പുതിയ ഹീറ്റ് എന്ന് പറയുന്നത് പഴയ ഹീറ്റിൻ്റെ 1/4 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടേർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ടിന് വെൻ ദ കറണ്ട് ഈസ് ചേഞ്ച്ഡ്, ഞാൻ അതൊരു ടേബിളാക്കി തന്നിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ. സോ കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റിന് സ്ക്വയർ ടൈംസ് ആയിട്ടാണ് മാറുന്നത്. സോ കറണ്ട് പകുതിയായാൽ ഹീറ്റ് എന്തായിരിക്കും? 1/4 ആയിട്ട് മാറും. കറണ്ട് ഇരട്ടിയായാൽ ഹീറ്റ് അതിൻ്റെ 4 മടങ്ങായിട്ട് മാറും. സോ എന്തായാലും ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയർ മടങ്ങായിട്ടാണ് മാറുന്നത്, മറന്നു പോകരുത്. അതായത് ഇരട്ടിയായാൽ ഇരട്ടിയുടെ സ്ക്വയർ എടുക്കണം, പകുതിയായാൽ പകുതിയുടെ സ്ക്വയർ എടുക്കണം. ഇപ്പോൾ 1/3 ടൈംസ് ആയാൽ 1/9 ടൈംസ് ആയിട്ട് ഹീറ്റ് മാറും. 1/4 ടൈമാണ് ഹീറ്റ് മാറുന്നതെങ്കിൽ 1/16 ടൈം ഹീറ്റ് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ ഇവിടുന്ന് ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് ബാക്കി സംഭവങ്ങളും. അത് ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. റെസിസ്റ്റൻസ് ആകുമ്പോൾ പേടിക്കേണ്ട, എന്താണ്, അതേ അളവിലങ്ങ് മാറ്റിയാൽ മതി. അതായത് റെസിസ്റ്റൻസ് പകുതിയായാൽ ഹീറ്റും പകുതിയാവും, റെസിസ്റ്റൻസ് ഇരട്ടിയായാൽ ഹീറ്റും ഇരട്ടിയാവും. കാരണം എന്താണ്? അവിടെ ഡയറക്റ്റാണ്, അവിടെ സ്ക്വയറും ഒന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ടൈമിൻ്റെ കാര്യത്തിൽ. ടൈമിനും സ്ക്വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൈമിന് എന്ത് മാറ്റം വരും അത് തന്നെ ഹീറ്റിനും മാറും. ഹീറ്റ് അല്ല, ടൈം പകുതിയായാൽ ഹീറ്റ് പകുതിയാകും, ഡബിളായാൽ ഡബിളാകും. അതൊന്ന് ഓർത്ത് വെച്ചോളണം, മറന്നു പോകരുത്. ഓക്കെ, ഇതാണ് സംഭവം. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. ഇതാ ഈ ചോദ്യം നോക്കിയേ, മനസ്സിലായി കാണുമല്ലോ അല്ലേടാ? ശരി, ക്വസ്റ്റ്യൻ നോക്കിക്കും. 0.5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഒരു കണ്ടക്ടറിലൂടെ. ഓക്കെ, 100 ഓം റെസിസ്റ്റൻസ് ആണുള്ളത്. ഓക്കെ, 5 മിനിറ്റ് സമയമാണുള്ളത്. ഇവിടെ ഈ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, 100 ഓമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ്. സോ 0.5 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് 100 ഓമും ടൈം 5 മിനിറ്റും ആണെങ്കിൽ ഹീറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതണം. അത് വിട്ടു പോകരുത്. തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതണം, അതിൻ്റെ യൂണിറ്റും നോക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് തന്നിട്ടുണ്ട് I ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.5. യൂണിറ്റ് എഴുതിക്കൊള്ളണം, ആംപിയർ. അപ്പോൾ നമ്മൾ യൂണിറ്റ് ആംപിയർ തന്നെയാണ് എഴുതുന്നത്. സോ അതെന്താണ്? അത് കുഴപ്പമില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. അടുത്ത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ്? 100 ഓമാണ്. അതും കുഴപ്പമില്ല, റെസിസ്റ്റൻസ് ഓമിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ടൈം തന്നിട്ടുണ്ട്, എത്രയാണ്? 5 മിനിറ്റ് ആണ്. പക്ഷേ ടൈം നമ്മൾ എടുക്കേണ്ടത് എന്തിലല്ല? മിനിറ്റിലല്ല. അതായത് ഇവിടെ ശ്രദ്ധിച്ചോളണേ, നമ്മൾ ഓംസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചല്ലോ, ഏതാണ്? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഇവിടെ വേണമെങ്കിൽ എഴുതി ചേർത്തോ. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി ആണെങ്കിൽ I എന്ന് പറയുന്നത് എന്തിലായിരിക്കണം? ആംപിയറിലായിരിക്കണം. അടുത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? ഓമിലായിരിക്കണം. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കണം, SI യൂണിറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളെന്ന് കിട്ടുള്ളൂ. അതിവിടെ ഒന്ന് എഴുതി ചേർത്തോളണം, ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി, നിങ്ങൾ എഴുതി ചേർത്തോളണം. ശരി, അപ്പോൾ നോക്കാം. ടൈം അപ്പോൾ 5 മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റ് നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര? 6×5 30. സോ 300 സെക്കൻഡാണ് സമയം എന്ന് പറയുന്നത്. മാറ്റിക്കൊള്ളണേ. അപ്പോൾ അറിയാമല്ലോ, മിനിറ്റിന് സെക്കൻഡിലോട്ട് മാറ്റാൻ അറിയാമല്ലോ. 60 സെക്കൻഡ് ചേരുമ്പോഴല്ലേ മിനിറ്റ്. അപ്പോൾ മിനിറ്റിന് സെക്കൻഡിലോട്ടാകാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ്. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I സ്ക്വയർ ആർ ടി. I എത്ര? 0.5. 0.5ൻ്റെ സ്ക്വയർ എടുക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും 5/10 ഇട്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കാറാണ് പതിവ്. ഓക്കെ, ഇൻറ്റു ആർ എത്ര? 100 ഇൻറ്റു ടി എത്ര? 300. 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എളുപ്പമാണ്, 25. 0.5ൻ്റെ സ്ക്വയർ ഒക്കെ എടുക്കുമ്പോൾ ഡെസിമലിൽ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. 10ൻ്റെ സ്ക്വയർ 100 ഇൻറ്റു 100 ഇൻറ്റു 300. 100ഉം 100ഉം വെട്ടി 25 ഇൻറ്റു 300 ചെയ്യുക. 25 ഇൻറ്റു 300 ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഇതാ കിട്ടും, 7500 ജൂളെന്ന് കിട്ടും. 25 ഇൻറ്റു 300 7500 ജൂളെന്ന് കിട്ടും. സോ ഇവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7500 ജൂൾ. അടുത്ത രണ്ടാമത്തെ പാർട്ടിൽ, ഇഫ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ദിസ് കണ്ടക്ടർ, വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? അതായത് 0.5 പകരം പുതുതായിട്ട് 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഹീറ്റ് എത്രയായിരിക്കും? ഒരു സംശയമില്ല, കണ്ടുപിടിക്കാം. H ഈസ് ഈക്വൽ ടു I സ്ക്വയറിന് വരാൻ 0.5/0.5ൻ്റെ സ്ക്വയർ എടുക്കേണ്ട, 1ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇൻറ്റു എത്രയാണ്? 6 എത്രയാണ്? 100 ഇൻറ്റു ടി എത്രയാണ്? 300.
അപ്പോൾ എത്രയാണ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ 3. അപ്പോൾ 3 1 2 3 4 0 ജൂൾ ഇത്രയും കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് പരീക്ഷയ്ക്ക് വരും. ഇനി ഈ ചോദ്യം കൂടി നമുക്കിന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യം ഒന്ന് നോക്കിയേ. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഈസ് 230 വോൾട്ട്. ഒരു വർക്ക് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ഓമും അതുവഴി ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടും ആണെങ്കിൽ അതുവഴി 10 മിനിറ്റാണ് കറണ്ട് ഫ്ലോ ചെയ്തതെങ്കിൽ അവിടുത്തെ ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കുമാണ് പ്രശ്നം വരുന്നത് അല്ലേ? കാരണം എന്താണ്? ഇതാ ഇവിടെ നോക്കൂ, നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, I²RT. എന്നാൽ ഇതല്ലാത്തൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ആ 2 ഇക്വേഷൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ജൂൾ നിയമം വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? I²RT ആണ്. ഇത് നിങ്ങൾക്കറിയാം. എന്നാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. H is equal to എന്താണ്? നോക്കടാ, VIT ഉണ്ട്. അതുകൊണ്ട് VIT ഉണ്ട്. അതുപോലെ H കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, V²/R×T. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് വന്ന രീതി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വന്ന രീതി എന്താണെന്ന്. H is equal to നോക്കടാ, അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to എന്താണ്? I×R. ഇതിൽ നിന്നും I എന്ന് വെച്ചാൽ എന്തായിരിക്കും? V/R ആയിരിക്കും. അപ്പോൾ ഞാൻ I²ന് പകരം V/R² എന്ന് കൊടുത്താൽ തെറ്റുണ്ടോ? ഇല്ല. R×T എന്ന് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വിയുടെ സ്ക്വയർ V²/R-ൻ്റെ സ്ക്വയർ R² R×T. സോ ഈ ആറും ഈ സ്ക്വയറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H is equal to V²/R×T എന്ന് കിട്ടും. ഇതാണ് ഈ കാണുന്ന ഇക്വേഷൻ. H is equal to V²/R×T. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനാണ് H is equal to എന്താണ്? VIT. അപ്പോൾ അത് വന്ന ഭാഗം പറയാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. വന്ന വഴിയൊക്കെ ഉണ്ട്, നമ്മൾ വർക്കൊക്കെ എടുത്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ അത് ആവശ്യമില്ല. ഇനി അത് അതെങ്ങനെ വന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഭയങ്കര ജിജ്ഞാസ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ഞാൻ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. പ്ലേലിസ്റ്റിൽ എവിടെയെങ്കിലും കാണും, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നമ്മൾ മുന്നത്തെ വർഷം പിള്ളേർക്ക് ഇത് വേണമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. വേണമെങ്കിൽ പോയി കണ്ടുപിടിച്ചു. 3 ഇക്വേഷൻ H is equal to I²RT, H is equal to VIT, അതുപോലെ H is equal to V²/R×T. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. ഇപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. ഇത് പഠിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജൂൾസ് ലോ നിയമം അല്ലെങ്കിൽ ജൂൾ നിയമം അനുസരിച്ച് ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് H is equal to എന്താണ്? I²RT. അപ്പോൾ അതല്ലാത്ത വരുന്നതാണ് ഏതൊക്കെ? V²/R×T അല്ലെങ്കിൽ എന്താണ്? VIT. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആരെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതുകയാണ്. വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. റെസിസ്റ്റൻസ് എത്രയാണ്? 920 ഓം. ടൈം എത്രയാണ്? 10 മിനിറ്റ്. അതായത് 10 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. മിക്കവാറും ഈ ചോദ്യങ്ങളൊക്കെ ടൈം മിനിറ്റിലായിരിക്കും തരുന്നത്. അത് മാറ്റുന്നതായിരിക്കും നമ്മുടെ ജോലി. അപ്പോൾ നമുക്കിവിടെ H is equal to I²RT ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം? H is equal to V²/R×T ഉപയോഗിക്കണം. കാരണം ഇവിടെ I ഇല്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ എന്തുവാണ്? നമ്മൾ V is equal to I×R ഉണ്ടല്ലോ ഇക്വേഷൻ, ഓംസ് ലോ വെച്ചിട്ട് ഇവിടുന്ന് I കണ്ടുപിടിക്കണം. അത് പറ്റും, നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. I is equal to V/R വെച്ചിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 230/920 ചെയ്തിട്ട് 0 വെട്ടി 23/92 ചെയ്തിട്ട് I എത്ര എന്നുള്ള കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് ഈ ഇക്വേഷന് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ H is equal to V² എന്ന് വെച്ച് കഴിഞ്ഞാൽ 230ൻ്റെ സ്ക്വയർ. അപ്പോൾ 230 × 230/R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 920 × T എത്രയാണ്? 600. അപ്പോൾ 0 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് H is equal to എത്ര കിട്ടും? 230 × 230/92 × R എന്ന് കിട്ടും. സോ ഈ 92ഉം 23ഉം 230ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള സംഖ്യകളെ തരത്തുള്ളൂ. വെട്ടി ചെയ്യുന്നെങ്കിൽ വെട്ടി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലാതെയും ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്ക്. 23ൻ്റെ മൾട്ടിപ്ലൈ നോക്കി 23 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആകുമ്പോൾ എത്രയാവും? 46 ആവും. 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്താകുമ്പോഴത്തേക്കും 92 വരുമെന്നാണ് എൻ്റെ ഊഹം. അത് വെച്ചാൽ വെട്ടി ചെയ്ത് ചുരുക്കി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിലും ചെയ്യാം. ഉത്തരം എത്ര കിട്ടും? 34500 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 34500 ജൂൾസ് എന്ന് കിട്ടും.
അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഉത്തരം കിട്ടും. ഇതാ കണ്ടോ, ഇത്രയും ജൂൾസ് എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി പറയുന്ന പോകാൻ വരട്ടെ. ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഈ ചോദ്യവും അടുത്ത ക്ലാസ് ഫുൾ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇത് 4 ചോദ്യങ്ങളായി തീരുന്നില്ല, ഇനിയും ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇനിയും കുറച്ചധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടോ, 5, 6, 7, 8 എല്ലാം ചെയ്ത് പഠിക്കണം. അപ്പോൾ ചോദ്യം ഇത്രയും ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ? പരീക്ഷയ്ക്ക് 100% ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അതിലൊരു സംശയവും വേണ്ട. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് പവറിലോട്ട് പോവാം. അപ്പോൾ ക്ലാസ് ഓക്കെ ആണല്ലോ, ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. നോട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.